ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഞാനും മോനും വീലുമോളും കൊണ്ടാണ് പോണത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ, ട്രാവലിംഗ് വ്ളോഗാണേ. ഹായ് പറഞ്ഞടാ. ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇറങ്ങാൻ പോവാണേ. അപ്പോൾ ഇത് ഞങ്ങൾ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് പോയാൽ മതി ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഞങ്ങൾ പോയി നിന്നപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടോ. അപ്പോൾ പറവൂർ ബസ്സിലാണ് കയറിയത്. പറവൂർ സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയതിന് ശേഷം വേറെ ബസ്സിന് പോകണം കേട്ടോ. 10 മണിയായപ്പോഴേക്കും ഞങ്ങളിത് കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ ബസ് ഇറങ്ങി കേട്ടോ. അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോൾ പ്രതിഷ്ഠ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഇത് നാഗത്തന്മാരുടെ പ്രതിഷ്ഠയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വലതുവശത്തായിട്ട് മഞ്ഞ ഭഗവതി ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ കാണിക്ക ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി തരും. അത് നമ്മൾ തലക്കൊഴിഞ്ഞ് ദേവിക്ക് സമർപ്പിക്കണം കേട്ടോ. പിന്നെ വടക്കേ നടക്കയിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്നത് വടക്കേ നടയിൽ കൂടിയാണ്. അവിടെ ചെന്ന് വഴിപാട് കൗണ്ടറിൽ കയറി കുറച്ച് വഴിപാടിനൊക്കെ എഴുതിയതിന് ശേഷം എണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു. പിന്നെ ഇതാണ് കേട്ടോ വടക്കേ നട. ഇവിടെ പണ്ട് കുരുതിയൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഒരു കോഴി നിൽക്കുന്നുണ്ട്. പിന്നെ കുമ്പളങ്ങ, ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ, കുമ്പളങ്ങയൊക്കെയാണ് കേട്ടോ കുരുതി കൊടുക്കുന്നത്. അങ്ങനെ ഈ വടക്കേ നടയിൽ കുറച്ച് നേരം നിന്ന് തൊഴുതതിന് ശേഷം ക്ഷേത്രപാലൻ്റെ നടക്കിലെത്തിയിട്ടോ. അപ്പോൾ ക്ഷേത്രപാലിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ കുഞ്ഞതായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് വലുതായി അമ്പലം മുട്ടി നിൽക്കുവാണ് കേട്ടോ. പിന്നെ വീണ്ടും പ്രതിഷ്ഠ വെച്ച് പോരുവാണ്. അപ്പോൾ അവിടെ ഒരു കല്യാണം കഴിഞ്ഞ് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിഴക്കേ നടയിലെത്തിയിട്ടോ. ഇത് ശിവൻ്റെ ഈ നടയിൽ, കിഴക്കേ നടയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ അകത്ത് ശിവഭഗവാന്റെ പ്രതിഷ്ഠ കാണാം കേട്ടോ. അങ്ങനെ അവിടെ തൊഴുതതിന് ശേഷം അതിൻ്റെ അപ്പുറത്തായിട്ട് തവിട് മുത്തശ്ശി ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കാണിക്ക കൊടുത്തു കഴിയുമ്പോൾ അരി വറുത്ത് പൊടിച്ച അരിപ്പൊടി നമുക്ക് തരും. അത് തലക്കുഴിഞ്ഞതിന് ശേഷം ദേവിക്ക് ചാർത്തിയിട്ട് നമുക്ക് അതിൻ്റെ പ്രസാദം ഇട്ടെടുക്കാം കേട്ടോ കുറച്ച്. പിന്നെ അമ്പലക്കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. പടിഞ്ഞാറേ നടക്കലാണ് അമ്പലക്കുളം. അവിടുത്തെ അമ്പലമൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും തെക്കേ നടയിൽ കൂടി തന്നെ, അപ്പോൾ ചെരുപ്പ് അവിടെ വെച്ചിരിക്കുന്നത്, തെക്കേ നടയിൽ കൂടി നേരെ പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ വൃന്ദാവനിൽ കയറി. പിന്നെ അവിടെ മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു കേട്ടോ. ഓരോ മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു. മസാല ദോശ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മസാല ദോശ വന്നു, ഞങ്ങൾ കഴിക്കുവാണേ. പിന്നെ ഓരോ കോഫിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മസാല ദോശയും കോഫിയൊക്കെ കഴിച്ചതിന് ശേഷം മോന് കുറച്ച് ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കടയിൽ കയറി അവന് കുറച്ച് ഇന്നറും ഒരു ഷർട്ട് എടുത്തിട്ട്, അപ്പോൾ ഈ ഒരു ഷർട്ടാണ് കേട്ടോ അവന് സെലക്ട് ചെയ്തത്. കഴിഞ്ഞതിന് ശേഷം നേരെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് ഓരോ സർവത്തും കുടിച്ചിട്ടോ. സർവത്ത് കുടിക്കുന്ന വീഡിയോ എടുത്തില്ല, ബസ് വരുന്നുണ്ട്. അപ്പോൾ വേഗം കുടിച്ചതിന് ശേഷം അതേ പീലിമോള് ടാറ്റയും ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി പറവൂർ സ്റ്റാൻഡിൽ വന്നിറങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.